നമസ്കാരം. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച തിരുവനന്തപുരം കാസർഗോഡ് റാപ്പിഡ് റെയിൽ പാത പദ്ധതിക്കെതിരെ മെട്രോമാൻ ഇ ശ്രീധരൻ രംഗത്ത്. റാപ്പിഡ് റെയിൽ കേരളത്തിന് പ്രായോഗികമല്ലെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 100 കോടി രൂപയാണ് ബജറ്റിൽ ഇന്നലെ പ്രഖ്യാപിച്ചത്. ബദൽ പാത നിർദ്ദേശിച്ച മെട്രോമാൻ ഇ ശ്രീധരനെതിരെ രൂക്ഷമായ പരിഹാസവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. ശ്രീധരന്റെ വാക്കുകൾ വിശ്വസിച്ച് ഡൽഹിക്ക് പോയപ്പോൾ കേന്ദ്രമന്ത്രിക്ക് പോലും അത്തരമൊരു പദ്ധതിയെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. ടെക്നോക്രാറ്റ് രീതികൾ മാത്രമല്ല, അധികാര കേന്ദ്രങ്ങളുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആൾ കൂടിയായി ശ്രീധരൻ കൃത്യമായി ആശയവിനിമയം നടത്തിയില്ലെന്നാണ് മുഖ്യമന്ത്രി പരോക്ഷമായി വിമർശിച്ചത്. ഇതിന് മറുപടിയുമായാണ് ശ്രീധരൻ നിലവിൽ രംഗത്ത് വന്നിരിക്കുന്നത്. കേരള സർക്കാർ അഭിമാന പുരസ്കാരം അവതരിപ്പിച്ച പദ്ധതിയായിരുന്നു സിൽവർ ലൈൻ പദ്ധതി. എന്നാൽ ഇതിന് കേന്ദ്രത്തിൽ നിന്ന് അനുമതി നിഷേധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, കേരളത്തിൽ പരിസ്ഥിതി നാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും കുടിയിറക്കൽ ഭീഷണികൾ വന്നതുകൊണ്ടും വലിയ സമരങ്ങളുണ്ടായിരുന്നു. അങ്ങനെ സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്നും കേരള സർക്കാർ പിന്നോട്ട് പോയ സമയത്താണ് ഈ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ അതിവേഗ റെയിൽ പദ്ധതി അവതരിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് DPR തയ്യാറാക്കുന്നതിനായുള്ള ഓരോ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് നിലവിൽ പുതിയ പദ്ധതിയുമായി RRTS എന്ന് പറയുന്ന പദ്ധതിയുമായി കേരള സർക്കാർ രംഗത്ത് വരുന്നത്. ഈ RRTS പദ്ധതിയാണ് ഇപ്പോൾ, അതായത് റാപ്പിഡ് റെയിൽവേ സിസ്റ്റം എന്നുള്ള പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് ഇ ശ്രീധരൻ പറയുന്നത്. ഈ ഘട്ടത്തിലാണ് ഇ ശ്രീധരൻ തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ രംഗത്തെത്തിയത്. അതിവേഗ റെയിൽവേയുമായി താരതമ്യം ചെയ്യുമ്പോൾ RRTS ഒരു സിമ്പിൾ വേസ്റ്റ് ആണെന്നാണ് ഇ ശ്രീധരൻ കേരള സർക്കാരിൻ്റെ പുതിയ പ്രൊജക്റ്റിനെ കുറിച്ച് പറയുന്നത്. കേരളത്തിൽ അത് പ്രായോഗികമല്ല, സർക്കാരിന് വേറെ ഉദ്ദേശമുണ്ടോ എന്നറിയില്ല. അതിവേഗ റെയിൽവേ എന്നത് ഇടതു സർക്കാർ ആശയം തന്നെയാണ്. അതിനാണ് ആദ്യം ജപ്പാനിൽ നിന്ന് ആളെ കൊണ്ടുവന്നത്. ഇപ്പോൾ എന്താണ് ഇങ്ങനൊരു മാറ്റമെന്നും അദ്ദേഹം ചോദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ അതിവേഗ റെയിൽ പദ്ധതി ആദ്യം സംസാരിച്ചിരുന്നു. അദ്ദേഹം ചർച്ചയിൽ തൃപ്തി കാണിച്ചു. കേന്ദ്രത്തിന് കത്തെഴുതണമെന്ന് പറഞ്ഞു. മുതിർന്ന ഉദ്യോഗസ്ഥർ വന്ന് കാണുകയും ചെയ്തു. പക്ഷേ കത്തെഴുതാൻ മാത്രം CM തയ്യാറായില്ല. അങ്ങനെയാണ് താൻ തന്നെ നേരിട്ടിറങ്ങിയതെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. RRTS തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ പദ്ധതി വരില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം മാത്രമാണിത്. മാക്സിമം ചെങ്ങന്നൂർ തിരുവനന്തപുരം റൂട്ടിൽ RRTS നടപ്പിലാക്കാം. അതിനപ്പുറം വന്നാൽ വേഗം കുറയ്ക്കേണ്ടി വരും. RRTS ജനശ്രദ്ധ തിരിക്കാൻ കൊണ്ടുവന്നതാകാം, നടക്കാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാരിൻ്റെ സഹായം വേണം. സർവേ നടത്താൻ സ്റ്റേറ്റ് സഹായം വേണ്ട. സ്ഥലം ഏറ്റെടുപ്പ് കുറച്ച് കഴിഞ്ഞായിരിക്കും. അപ്പോൾ ആരൊക്കെ ഉണ്ടാകും? ഈ സർക്കാർ ഉണ്ടാവുമോ എന്നും ഇ ശ്രീധരൻ ചോദിച്ചു. RRTSന് പകുതി വേഗത മാത്രമേ കിട്ടുകയുള്ളൂ. യാത്രക്കാർക്ക് സമയനഷ്ടം വരും. റെയിൽ ഇല്ലാതാക്കിയത് താനാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ദുരുദ്ദേശപരമാണെന്നും റെയിലിൻ്റെ ഓരോ ഘട്ടത്തിലും എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിലൊക്കെ സാധ്യതയുള്ള അതിവേഗ റെയിൽ ഉണ്ടാക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. പുതിയ പദ്ധതിയുടെ ഐഡിയ ആരാണ് നൽകിയതെന്ന് ആരാണെന്ന് തനിക്കറിയില്ലെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. ഇ ശ്രീധരൻ നിർദ്ദേശിച്ച വേഗ റെയിൽ പദ്ധതിക്ക് റെയിൽവേ മന്ത്രാലയത്തിൽ നിന്നും ഔദ്യോഗിക പ്രതികരണം ലഭിക്കാതിരുന്നതുകൊണ്ടും കേന്ദ്ര നഗരകാര്യമന്ത്രി അനുകൂലിച്ചതുകൊണ്ടുമാണ് പുതിയ RRTS പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നൽകിയ വിശദീകരണം. എന്തായാലും മെട്രോമാൻ ഇ ശ്രീധരനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും റെയിൽ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നേർക്കുനേർ യുദ്ധത്തിൽ തന്നെയാണ്.